ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് ബ്ലൗസിൻ്റെ അളവുകൾ എടുക്കുക എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതൊക്കെ അളവ് എങ്ങനെയൊക്കെ ആണ് വേണ്ടതെന്ന് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ എങ്ങനെയൊക്കെയാണ് അളവ് പറയുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമുക്ക് എടുക്കാൻ പോകുന്നത് ഷോൾഡറാണ്. ഫസ്റ്റ് ഷോൾഡർ എടുക്കാം. അപ്പോൾ ബാക്ക് തിരിഞ്ഞ് നിന്നിട്ട് തന്നെ ഷോൾഡർ എടുക്കണം. അവിടെ 2 ബോൺ ഉണ്ട്, എല്ലുണ്ട്. അത് നമ്മൾക്ക് തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കേട്ടോ. ഒരു ബോൺ ഉണ്ട് ജോയിൻ്റ്, കൈ ജോയിൻ്റ് ആകുന്ന സ്ഥലത്ത്. ഓക്കെ, ഇനി നമുക്ക് അവിടെ വെച്ചിട്ട് അടുത്ത അതുപോലെ തന്നെ ബോണിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്യേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊന്നും പോകരുത്. പിന്നെ വേണ്ടത് ടോട്ടൽ ലെങ്ത്താണ്, നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത്. അത് നമ്മൾ ഒരാൾക്ക് എത്രയാണ് വേണ്ടത് അതെടുക്കണം. പിന്നെയുള്ളത് ചെസ്റ്റാണ്. ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലൗസിൽ ചെസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ചെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹുക്ക് ഇടുന്നതിൻ്റെ ടൈറ്റ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കസ്റ്റമറോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അപ്പർ ബസ്റ്റ് എന്ന് പറയും. ഇനി അടുത്തത് നമ്മുടെ ബസ്റ്റിൻ്റെ ചുറ്റളവ്, അതിന് ലോവർ ബസ്റ്റ് എന്ന് പറയും. പിന്നെയുള്ളത് വേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേസ്റ്റ് ടൈറ്റാണോ ലൂസാണോ എന്ന് നോക്കിയിട്ട് എത്ര ആവശ്യം അതുപോലെ ടൈറ്റും ലൂസും ആക്കിയിട്ട് അളന്നെടുക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ചുറ്റും എത്രയാണ് നീളം എന്ന് നോക്കണം, ബസ്റ്റിൻ്റെ ലെങ്ത്ത്. ഓക്കെ, ഇത് കണ്ടോ, ബസ്റ്റ് തുടങ്ങുന്ന സ്ഥലം വരെ നമ്മൾ എടുത്തിരിക്കണം ഷോൾഡറിൽ നിന്ന്. പിന്നെയുള്ളത് നമ്മുടെ ടക്ക് പോയിൻ്റ് എത്രയാണോ വരുന്നത് അത് അവിടെ വെച്ചിട്ട് നോക്കാം. പിന്നെ ടക്കിൻ്റെ ഡിസ്റ്റൻസ്, അതായത് നമ്മുടെ നെപ്പിൾ പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അതും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴുത്താണ്. നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇങ്ങനെ വെച്ചിട്ട് എത്രയാണ് കസ്റ്റമർക്ക് ആവശ്യം അതുപോലെ എടുത്തു കൊടുത്താൽ മാത്രം മതി. ഓക്കെ, പിന്നെ വരുന്നത് ബാക്ക് നെക്കാണ്. ബാക്ക് തിരിഞ്ഞ് നിന്നിട്ട് എത്രയാണോ ഇറക്കം വേണ്ടത് അത് എടുത്തിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി വേണ്ടത് നമ്മുടെ ആം ഹോൾ റൗണ്ടാണ്. ആം ഹോള് അങ്ങ് നല്ല കുറച്ച് ടൈറ്റാക്കി പിടിച്ചിട്ട് എത്രയാണ് വരുന്നതെന്ന് കറക്റ്റായിട്ട് എഴുതണം, അത് കറക്റ്റായിരിക്കണം. പിന്നെയുള്ള ബൈസെപ്പാണ്. അതും അവിടെ തന്നെ വെച്ചിട്ട് ജസ്റ്റ് താഴോട്ടേക്ക് ഒരു 3 ഇഞ്ച് താഴോട്ടേക്ക് വെച്ചിട്ട് നമ്മൾ മസിലിൻ്റെ അളവ് അതും കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് എന്തായാലും എടുക്കണം, ഈ ബൈസെപ്പ് എന്ന് പറഞ്ഞ അളവ്. പിന്നെ നമ്മൾ സാധാരണ പോലെ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് ആ നീളത്തിലെടുക്കാം. ആ ബോൺ മുതലാണ് കേട്ടോ, നേരത്തെ ഷോൾഡർ എടുത്ത ബോൺ മുതലാണ് നമ്മൾ സ്ലീവിൻ്റെയും താഴോട്ടേക്ക് അളക്കേണ്ടത്. പിന്നെ സ്ലീവിൻ്റെ റൗണ്ട് എവിടെയാണോ 3/4 ആണോ ഫുൾ സ്ലീവ് ആണോ ഹാഫ് സ്ലീവ് ആണോ അത് നോക്കിയിട്ട് ജസ്റ്റ് റൗണ്ട് നോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബ്ലൗസിൽ എടുക്കാനുള്ളത്. ഇതെന്തായാലും മസ്റ്റായിട്ട് എടുക്കണം. ഇനി ഞാൻ അത് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ കട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ നന്നായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.